ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ 15 വർഷം കഴിഞ്ഞു കേട്ടോ. അതായത് 2000 ഞാൻ പറഞ്ഞില്ലേ 10 എൻ്റെ ഓർമ്മ. ഇപ്പോൾ 26 16 വർഷമായി. ഇപ്പോൾ ഈ 16 വർഷം ഉണ്ടായിട്ട് ഇപ്പോൾ അജിതൻ മാറി, അതിന് ശേഷം വന്ന ആളാണ് വനജ. ദേവസ്വേട്ടന്റെ MLA ആയിരിക്കുന്ന എത്ര ടൈം വന്നുണ്ടോ? 2 ടൈം വന്നുണ്ടോ? ദേവസ്വേട്ടൻ MLA ആയിരിക്കുന്ന സമയം ഇതിന്റെ ഉള്ളിൽ പെടില്ല. 2 ടൈം ഉണ്ട്. 2 ടൈം ഉണ്ട്. അന്ന് ഞാൻ പറയട്ടെ, ഈ LDF മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. ഇതിൽ മെയിൻ വിഷയം മുനിസിപ്പാലിറ്റിയിലാണ്. മുനിസിപ്പാലിറ്റിന്ന് ഈ അപേക്ഷ പോണ്ടേ, കൗൺസിൽ പാസ്സാക്കി ഇത് പോണ്ടേ. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പോയില്ല? ദേവസ്വേട്ടൻ ഇവിടുത്തെ MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറി മാറി ഇപ്പോഴല്ലേ അടുപ്പിച്ച് 2 തവണയല്ലോ മാറി മാറി ഭരിക്കുന്നു. അപ്പൊ അതിൽ എന്തായാലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഉണ്ടല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം, മുനിസിപ്പൽ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇവിടുത്തെ MLA BD ദേവസി, പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലർ സ്ഥിരം, ആദ്യമായിട്ടാണല്ലോ ഞാൻ ജയിച്ചു വരുന്നത് സ്ഥിരം. അപ്പൊ അത് എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നും എനിക്കറിയില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അജിതന്റെ കാലത്ത് അജിതൻ ഇതിലൊരു 33 വീടുകൾക്ക് കൊടുത്തുല്ലോ. അത് അവന് കൊടുക്കാനുള്ള മനസ്സുണ്ടായി. അതുപോലെ പിന്നീട് ഇവർക്കുള്ള അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷയിൽ ഞാൻ പിടിച്ചു കയറിയത്, അവനത് ചെയ്തുല്ലോ. ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഭരണമില്ല, ആകെ ഭരണമുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലാണ്. അതെ, ഈ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഞാൻ അതിന്റെ പിന്നാലെ നടന്ന് ഈ ഒരു MLA-നെയും വെച്ച്, പ്രതിപക്ഷത്തിരിക്കുന്ന MLA-നെയും വെച്ച് ഇത് ശരിയാക്കാന്നുണ്ടെങ്കിൽ സർക്കാർ, മുനിസിപ്പാലിറ്റി, MLA, ഇവിടുത്തെ കൗൺസിലർ, MP ഇതിലൊന്നും ഇല്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിക്കണേ. അവർക്ക് പറയാം ഞങ്ങളെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല? സത്യത്തില് ഇതിനെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളത് ഉണ്ടായില്ല. അപ്പൊ അതൊരു ഫോളോ അപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ആ കാര്യം മുന്നേ നടന്നു പോയേനെ. നമസ്കാരം. നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ചാലക്കുടി നഗരസഭയുടെ നെപ്പോളിയൻ OS ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടൻ നമസ്കാരം. നമസ്കാരം. ചാലക്കുടി നഗരസഭയിലെ ജനവിഭാഗങ്ങൾ, സാധാരണ ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ചിരകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമായിരിക്കുകയാണ്. നമ്മളൊക്കെ പറയപ്പെടുന്ന 52 ഉന്നതി, ഗാന്ധിനഗർ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് 19 കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകളോ ഭൂമിക്ക് കിട്ടേണ്ട മറ്റു കാര്യങ്ങളോ കിട്ടിയിരുന്നില്ല. നഗരസഭ അതിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, സർക്കാരിലേക്ക് അതിന് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇപ്പോൾ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ആ 19 കുടുംബങ്ങൾക്ക് ഈ ഭൂമിയുടെ അവകാശരേഖ ഉൾപ്പെടെ ആ ഭൂമി അവരുടേതാണെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ ഓണർഷിപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് അറിയാൻ സാധിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് 52 ഉന്നതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത്? അതിന് ശേഷം ഗാന്ധിനഗർ എന്നറിയപ്പെടുന്നു. അതിൽ കുറേ വീട്ടുകാർക്ക് കിട്ടുന്നു, കുറച്ച് പേർക്ക് കിട്ടാതിരിക്കുന്നു. കുറേ കാലങ്ങളായിട്ട് അവിടുത്തെ ഈ പാവപ്പെട്ട കുടുംബാംഗങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവിടെയാണ് നെപ്പോളിയൻ ആവുന്നത് വീണ്ടും OS ചന്ദ്രേട്ടൻ. എന്താണ് ചേട്ടൻ്റെ അവിടുത്തെ ഇടപെടൽ? ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറിയാനേറെ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാല് ഈ കഴിഞ്ഞ അജിതൻ കൗൺസിലർ ആയിരിക്കുന്ന ഒരു കാലഘട്ടം, അതിൽ 2010 എൻ്റെ ഓർമ്മ. ഇതിന് ഇവർക്ക് 52 വീട്ടുകാർക്കും പട്ടയം കിട്ടാനായിട്ട്, പട്ടയം എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശം ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് 33 വീട്ടുകാർക്ക് ഇത് കിട്ടിയുള്ളൂ. 33 പേർക്ക് കിട്ടിയുള്ളൂ. അത് പിന്നെ 19 പേർക്ക് ഇത് കിട്ടിയില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് യഥാർത്ഥ അവകാശികള് അവർ ഹാൻഡ് ഓവർ ചെയ്ത് പോയിരുന്നു, വിത്ത് കാശ് മേടിച്ചു അവർ പോയി. അപ്പൊ അവിടെ ഗവൺമെന്റിലെ കണക്ക് അനുസരിച്ചുള്ള അഡ്രസ്സിലല്ല അതില് ബാക്കി ആളുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത് കിട്ടാതിരുന്നത്. അപ്പൊ പിന്നീട് അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള എഴുത്തുകുത്തുകളും കാര്യങ്ങളൊക്കെ അന്നേ നടന്നിരുന്നു. അപ്പൊ ഞാൻ അവിടെ എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, ഈ ഗാന്ധിനഗർ 52 എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസിനൊരു ബാലി കയറ മലയാണ്. പ്രത്യേകിച്ച് 52ന്റെ ഉള്ളിലൊന്നും ഒരു കോൺഗ്രസ്സുകാരന് എന്ന് പറഞ്ഞിട്ട് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഇന്നലകളിൽ ഉണ്ടായിരുന്നു. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയുടെ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡ്. അതൊരു അവികസിതമായ ഒരു വാർഡാണ്. ഒരു എന്താ പറയുക, വികസന പ്രവർത്തനങ്ങളും നടക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ MLA വന്നു. MLAക്ക് ആസ്തി വികസന ഫണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ റോഡ് നന്നാക്കണം, തോട് നന്നാക്കണം. അതേപോലെ ഇപ്പോൾ ഒരു ഹൈമാസിലായിട്ട് മാത്രം തന്നിട്ട് MLA ചിരിച്ച് കാണിച്ചിട്ട് പോകുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വലുതാക്കി പണിയാൻ മിനിമം VR മോഡലിലെങ്കിലും ഞങ്ങൾക്ക് അത് പണിത് തരാനുള്ള ഒരു സംവിധാനമൊക്കെ, അതിനുള്ള ഫണ്ടൊക്കെ MLA തരണം. അതുപോലെ തന്നെ ഇവിടെ ഒരു 19 വീട്ടുകാർക്ക് ഈ പട്ടയം കിട്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ധാരണ പട്ടയാണ് എന്നുള്ളതാണ് ധാരണ. പട്ടയം കിട്ടാണ്ട് അതിലൊക്കെ MLA ഇടപെടണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചന്ദ്രേട്ടൻ, ഞാൻ അതിൽ ഇടപെടും.
ചന്ദ്രേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായെന്ന് വെച്ചാൽ MLA പറഞ്ഞ ധൈര്യത്തുനിന്ന് ഇവരെ ഈ 19 വീട്ടുകാരെയും ഒരു യോഗം വിളിച്ചു. അത് നമ്മളുടെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് ഒരു ബാബുണ്ട് തെക്കേക്കര, ബാബുവിൻ്റെ വീട്ടിൽ യോഗം വിളിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു പച്ചയായ മനുഷ്യൻ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് കാര്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വീടാണ്ട് പിടിച്ച് കാര്യം നടത്തലാണ് എൻ്റെ ക്യാരക്ടർ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതിന് നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട, 1 രൂപ വേണ്ട, ഒരു ചായ പോലും എനിക്ക് വേണ്ട. ഇനി എന്തിനു പറഞ്ഞ ഒരു കടലാസ് പോലും നിങ്ങൾ ഒപ്പിട്ട് തരണ്ട. കാരണം എൻ്റെ അന്വേഷണത്തിൽ ഇവർ ഈ കടലാസിൽ ഒപ്പൊക്കെ ഇട്ട് നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുതിയതൊരെണ്ണം ഒപ്പിട്ട് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സമയം പിന്നെയെടുക്കും. അപ്പോൾ അത് പെട്ടെന്ന് വരണം, അതിന് വേണ്ടിയിട്ട് അത് വേണ്ട, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർക്ക് വാക്ക് കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ നേരെ, അപ്പോൾ അന്ന് മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു, ആലീസായിരുന്നു ചെയർമാൻ, ഷിബു ഉണ്ടായിരുന്നു. അപ്പോൾ ഷിബുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അത് ഏറ്റെടുക്കാൻ പോണ്, നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഷിബു പറഞ്ഞു തീർച്ചയായിട്ടും ചന്ദ്രേട്ടൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷിബുവിൻ്റെ സഹായത്തോട് ഒരു 3 ദിവസം തപ്പിയിട്ടാണ് ഇവർ ഫയൽ കിട്ടിയത്. പൊടിയും ബാക്കിയുള്ളതൊക്കെ പിടിച്ച് കെടുക്കല്ലേ. അങ്ങനെ അതെ അതെ, അത് മുനിസിപ്പാലിറ്റിയിൽ കിട്ടി. 3 ദിവസം തപ്പിട്ട് കിട്ടിയത്, 3ാമത്തെ ദിവസം കിട്ടിയത്. അങ്ങനെ അത് കിട്ടി. ഞങ്ങൾ അതൊക്കെ പരിശോധിച്ചു, അതിൻ്റെ ബാക്കിയുള്ള ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ഫോളോ അപ്പുകൾ നടന്നു. ആദ്യമായിട്ട് നമ്മൾ ചെന്ന് ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു സമയത്താണ് ബഡ്ജറ്റ് സമ്മേളനം. ആ ബഡ്ജറ്റിൽ ഇത് ഞങ്ങൾ തിരികെ കയറ്റി. കാരണം അത് വേണം എന്നുള്ള തീരുമാനം എടുത്ത് ബഡ്ജറ്റ് തീരുമാനമായിട്ട് അത് വന്നു. അങ്ങനെ ബഡ്ജറ്റ് തീരുമാനമായിട്ട് വന്നതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ കൂടിയ ആദ്യ കൗൺസിൽ യോഗത്തിൽ അത് പാസ്സായി. അപ്പം നമ്മൾ അതിനോട് പറഞ്ഞു വെച്ചാൽ ഇത്ര വർഷമായിട്ട് ഇത് കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാർക്കും നന്ദി. പിന്നെ MLA കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് MLA അവിടെ കാര്യങ്ങളൊക്കെ നീക്കി. അവിടുന്ന് ഈ ഫയൽ വീണ്ടും ഇവിടേക്ക് വന്നു. യഥാർത്ഥ അവകാശികൾ ആരാന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് മുനിസിപ്പാലിറ്റിക്ക് തിരിച്ചു വന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് വീണ്ടും അന്വേഷിച്ച് ഇന്ന ആളുകളൊക്കെയാണ് എന്നുള്ള നിലയ്ക്ക് അത് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അത് ഡിലേ വന്ന് കിടന്നു. ആര് ശരിയാക്കിയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും നന്ദി. അതെ അതെ, നവംബർ 4-ാം തീയതി നടന്ന ഈ ഗവൺമെന്റിൽ നിന്ന് ഈ പേപ്പർ വീണ്ടും തിരിച്ചു വന്നല്ലോ. നവംബർ 4-ാം തീയതി നടന്ന മുനിസിപ്പൽ യോഗത്തിൽ കൗൺസിലിൽ ഇത് ഇന്ന ആളുകളാണ് എന്നുള്ളത് കൂടി തീരുമാനം എടുത്തു. ആ തീരുമാനം നവംബർ 4-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി തീരുമാനം എടുത്തെങ്കിലും ഈ സാധനം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇലക്ഷനായി, ഡിസംബറിലെ ഇലക്ഷനല്ലേ, അപ്പോൾ പിന്നെ ഒരു കാര്യം നടക്കുമല്ലോ, അത് അവിടെ കിടന്നു. അങ്ങനെ അത് അപ്പോൾ ഞാൻ അതിനെ പറ്റി സെക്രട്ടറിയുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 27-ാം തീയതി ഈ സാധനം ഇവിടുന്ന് പോവാണ്. അവിടുന്ന് പോണ് എന്ന് പറഞ്ഞാൽ ഇത് പോണത് ഇവിടേക്കിന് ഈ JDക്കിന് ജോയിന്റ് ഡയറക്ടർക്കാണ് പോണത് തൃശ്ശൂർ. ഈ തൃശ്ശൂർക്ക് ഈ സാധനം 27-ാം തീയതി പോയി എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. ആ കോപ്പി എടുത്തിട്ട് ഇവർക്കൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ സാധനം പിന്നെ അപ്പൊ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇത് JDക്കാണ് പോകണമെന്നുള്ളത് എനിക്കറിയില്ല. ഇത് എന്റെ വിചാരം നേരെ തിരുവനന്തപുരത്തേക്ക് പോയെന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം MLA എന്തോ ഒരു കാര്യത്തിന് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഈ സഹകരണ ബാങ്കിന്റെ ഒരു പഠന ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ വാഗമണ്ണിലേക്ക് പോയിരിക്കുക. അപ്പൊ അവിടെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് MLA വിളിക്കുന്നത്. അപ്പൊ ഞാൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് പുറത്തേക്ക് വന്ന് സംസാരിച്ചു. അപ്പൊ MLA പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു അതൊക്കെ ഓക്കെ, MLA പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. MLA നിങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ പോവാന്ന് പറഞ്ഞു. നമ്മുടെ പട്ടയത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു വെച്ചാല് ഈ ആഫീസിൽ ഈ സാധനം വന്നില്ല എന്ന് പറഞ്ഞു. ഈ സാധനം എത്തില്ല. സംഗതി അവിടെ എത്തില്ല. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഞാൻ അവിടെ നിന്നുകൊണ്ട് സെക്രട്ടറിക്ക് ഫോൺ ചെയ്തു. അപ്പൊ സെക്രട്ടറി എന്നോട് പറഞ്ഞു വെച്ചാൽ ചന്ദ്രേട്ടാ ഇത് ഡയറക്റ്റ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അല്ല അയക്കണേ, ഈ സാധനം നമ്മൾ JDക്കിന് അയക്കണേ, ജോയിന്റ് ഡയറക്ടർക്ക് തൃശ്ശൂർക്ക് അയക്കണേ. അവിടുന്ന് അങ്ങോട്ട് അത് നോക്കി PDക്ക് അയക്കും, പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് അയക്കും. അപ്പോഴാണ് ഇത് തിരുവനന്തപുരത്ത് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറ് എന്താണ് പ്രോബ്ലം എന്ന് സാറൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളന്വേഷിച്ചത് അത് കളക്ടറേറ്റിലേക്ക് വിടും എന്താണ് പറഞ്ഞതെന്നാണ്, കളക്ടർക്ക് വിടും എന്നാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ MLAയോട് പറഞ്ഞു, MLA ഇങ്ങനെ സംഭവം ഉണ്ട്, ഇത് ഗവൺമെന്റിൽ നിന്ന് കടലാസ് പോയിട്ടാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി കൗൺസിലിൽ ചർച്ച ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ വിട്ടത്. പിന്നെ ഇനി കളക്ടർക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം MLA പറഞ്ഞു ഞാൻ വന്നിട്ട് അത് ശരിയാക്കാം ചന്ദ്രേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് ഇത് ഇവിടെ പോയി
തൃശ്ശൂർ പോയി ആ സാധനത്തിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് അതിന്റെ സെക്ഷൻ വർക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതൊക്കെ ചെയ്തത്. അത് ചെയ്തിട്ട് അദ്ദേഹം പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഈ സാധനം മന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്, മന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി ഒപ്പിട്ടു. ഇനി ഇത് ഗവൺമെന്റ് ഓർഡർ ആവണ്ടേ, ജിയോ ആയിട്ട് വരണം, ജിയോ ആയിട്ട് വന്നാൽ ചിലപ്പോൾ ഇലക്ഷന് മുമ്പ് നമുക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 MLA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്രേട്ട ചെലവ് ചെയ്യണം. അപ്പൊ പറഞ്ഞു എന്തുട്ട് MLA എന്ന് വെച്ചു. ആ കള്ളാസ് ശരിയായിട്ടുണ്ട്, ഗവൺമെന്റ് ഓർഡറായി. ഞാൻ പറഞ്ഞു ഓർഡറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ കോപ്പി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അവർ കോപ്പി ചന്ദ്രേട്ട അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന് പട്ടയല്ല. ഇതെങ്ങനെയാണ് ഇവിടെ ഈ 52 പേരിങ്ങനെ കുടുംബങ്ങൾ വരുന്നത്? ട്രാംവേ എന്താണ്? അതെ, ഈ ട്രാംവേ റോട്ടില് താമസിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, അവരെ ചേരി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ചാലക്കുടിയിൽ ആദ്യമായിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവിടെ അതൊരു മനപ്രമാണം തോന്നുന്നു, അത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ പേരില് മുനിസിപ്പാലിറ്റി വാങ്ങിക്കിന്. ഇപ്പൊ അതിന്റെ ഉടമസ്ഥൻ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. അപ്പൊ ഇനി ഇതിന് പട്ടയൊന്നല്ല, ഇതിന് അളന്ന് തിരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ ആ ഇത് വെച്ചിട്ട് ഇവർക്ക് മുനിസിപ്പൽ സെക്രട്ടറി തീർവ് കൊടുക്കണം ചെയ്യാം. അതെ, അപ്പൊ ഞങ്ങള് അതിലാണ് ഈ 33 വീട്ടുകാർക്ക് കിട്ടി. 52-ൽ 33 പേർക്ക് കിട്ടി, തീർവ് കിട്ടി, 19 പേർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ വേറെ തടസ്സങ്ങളൊക്കെ മാറിയല്ലോ, സെക്രട്ടറിക്ക് ഇവർക്ക് തീർവ് കൊടുക്കാം. അപ്പൊ അതിൽ ഞാൻ ശക്തമായി ആവശ്യപ്പെട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, സാധാരണ കുറെ ആൾ സ്ഥലം മേടിക്കുമ്പോ നമ്മളാണല്ലോ അതിന് പേപ്പറിന്റെ കാശും രജിസ്റ്റർ പൈസ ഒക്കെ കൊടുക്കുക. അപ്പൊ അതൊന്നും പറ്റില്ല. അതില്ലാണ്ട് നമുക്ക് അവരെ ഒരു പൈസ പോലും വാങ്ങിക്കാണ്ട് ഗവൺമെന്റ് ചെലവിൽ അത് തീർവ് കൊടുക്കണം എന്നുള്ള ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. അത് ഏത് ഡേറ്റിലാണ് തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. അവിടെ കല്ലുണ്ട്, അവിടെ ആ കല്ലുമ്മലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ കല്ല് അവിടെ സ്വാഭാവികമായിട്ടും കരനാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. ആയതുകൊണ്ട് അതും എന്നും വൈറ്റടിച്ച് എന്തെങ്കിലും മേടിച്ചത് കാണാണ്ട് ഇപ്പൊ ചെന്ന് നോക്കിയാൽ കാണാം. ഞാൻ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴുകിയിട്ടുണ്ട്. എന്നാലും അതിന്റെ ഉള്ളിൽ കറപ്പൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അത് അടുപ്പിക്കണം, ഇത് ചിലവ് വന്നാലും അത് അടുപ്പിച്ച് അതിന്റെ കാര്യങ്ങൾ പോകണം. സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായി. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റെടുത്തൊരു കാര്യം, അത് എൻ്റെ നല്ല സ്വഭാവമാണോ അതിന് മോശം സ്വഭാവമാണോ എന്ന് അറിയില്ല. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ അത് കഴിയുന്നവരെ എനിക്ക് വിശ്രമമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവർ കിട്ടുന്ന ആളുകളല്ലേ സന്തോഷിക്കുക, പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കും. സത്യം, ഞാൻ ഈ കടലാസ് അവിടെ കൊണ്ട് ഇവരുടെ വീടുകളിലൊക്കെ കൊടുത്തു ഓർഡർ, 19 വീടുകളിലും. അപ്പൊ അതിൽ ആദ്യം കൊടുത്ത ഒരാളുണ്ട്. അപ്പൊ ആദ്യം കൊടുത്ത ആള് പറഞ്ഞ പ്രഷീറ്റൊക്കെ ചെയ്ത് അയാൾ നേരെ ഈ സാധനം കൊണ്ട് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്. പിന്നെ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാല് അവര് ഇത് ഞങ്ങളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കഴിഞ്ഞു, അതിന്റെ പിന്നാലെ ഇവര് കുറച്ച് 10-15 ആൾ കൂടിയിട്ട് CPM സിന്ദാബാദ് വിളിച്ച്, പിന്നെ MP രാജേഷ് സിന്ദാബാദ് വിളിച്ച്, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ വിളിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ എന്തായെന്ന് വെച്ചാല് നമ്മൾ എന്തൊക്കെ ആയാലും ശരി, ഇതൊക്കെ ചാലക്കുടിയിൽ നിന്ന് ഇതൊക്കെ ശരിയാക്കാനായിട്ട് ഞാനായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ ശരിയാക്കിയത് MLA ആണല്ലോ. അപ്പൊ അങ്ങോരോട് ആ നന്ദി സൂചകമായിട്ട് ഒരു ഫ്ലെക്സ് ബോർഡ്, 2 ഫ്ലെക്സ് ബോർഡ് ഞങ്ങൾ ശരിയാക്കി. ഒരു 10-10-ന്റെയും ഒരു 7-12-ന്റെയും. അങ്ങനെ അത് അവിടെയൊക്കെ വെച്ച് നിൽക്കുക. അത് ഒട്ടിക്കുന്ന നേരത്താണ് ജാഥ പോണത്. അപ്പൊ ഞങ്ങൾ കേട്ടു, ഞങ്ങളതിൽ സന്തോഷിച്ചു. ഫേസ്ബുക്കിൽ അതിനു വേണ്ടി പണിയെടുത്തുള്ള ആളുകളൊക്കെ നേരെ ഞാൻ കാണിച്ചുതരാം, ഇതൊക്കെ ഇട്ടുണ്ട്. ഞങ്ങൾ അതിനൊരു മറുപടി ഇടാനോ അതിനെതിര് പറയാനോ ഞങ്ങളാണ് ഇത് ശരിയാക്കിയെന്ന് പറയാനോ ഒന്നിനും നമ്മളില്ല. അതെ അതെ അതെ. എന്നാൽ കാര്യം ശരിയായില്ലേ? ഈ കാര്യം പറഞ്ഞിട്ട് ഈ ഇടതുപക്ഷക്കാരൻ തന്നെ ഞാൻ പറയട്ടെ കേട്ടാ, ഒരുപാട് തവണ ഈ പാവങ്ങളെ മീറ്റിംഗ് വിളിക്കലും കൊണ്ടുപോലും അത് മേടിക്കലും ഇത് മേടിക്കലും. ഇപ്പൊ ഞാനിതിൽ ഇടപെട്ടതിന് ശേഷം ഇവരെ കയ്യിൽ നിന്ന് ഇവര് ഈ അവർക്കൊരു എഗ്രിമെന്റ് ആണല്ലോ, ഒരു സ്റ്റാമ്പ് പേപ്പറിലെ എഗ്രിമെന്റ് ആണ്, ഇത്ര രൂപയ്ക്ക് ഇത് തന്നു എന്നുള്ള അത് കളക്ട് ചെയ്യലും അത് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചില ആളുകൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊന്നും നമുക്കൊരു പരാതിയില്ല. എന്നാൽ ഈ കാര്യം പറഞ്ഞിട്ട് ഇനി നാളെ അവരാരും ബുദ്ധിമുട്ടിക്കില്ലല്ലോ. അപ്പൊ അതിൽ ഒരു പയ്യൻ ഷിഹാബ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അവനോട് പറഞ്ഞു, ചന്ദ്രേട്ടൻ ഇതൊക്കെ ശരിയായിട്ട് എന്നൊക്കെ പറയുന്നത്, അത് ശരിയാവട്ടെ, കയ്യിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അങ്ങനെയൊക്കെ ചെയ്തോ, ഞാൻ അതിന് മുമ്പുണ്ടായിരുന്ന കടലാസൊക്കെ കൊടുത്തു. അപ്പൊ ഷിഹാബ് ഇപ്പൊ ആള് ഹാപ്പിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോ ജനപ്രതിനിധി ആയിട്ട് ആദ്യമായിട്ട് ഒരു ഇടപെടൽ നടത്തിയത് ജനങ്ങളുടെ ഒരു വലിയ ചിരകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കായിരുന്നു. ഒപ്പം ഇതിനു വേണ്ടി പ്രയത്നിച്ച ആളുകളെ ആരും OS ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ തള്ളി പറയുന്നുമില്ല.
എല്ലാവരുടെയും പരിശ്രമങ്ങളെയും ഉൾക്കൊള്ളുന്നു. പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നാടിന്റെ വികസനത്തിനായി. തീർച്ചയായിട്ടും അതാണ് ചന്ദ്രേട്ടന്റെ ഒരു വികസന നയം അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിനിപ്പോ എന്റെ സഹപ്രവർത്തകർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉവ്വ്. ഈ ലെറ്റർ എഴുതാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അവിടെ പോകാനും ഇനി MLA അടുത്ത് പോകാനും ഇനി അന്ന് ചെയർമാൻ ഷിബു ആലപ്പനല്ലേ, ഓ. ഷിബു ആലപ്പന്റെ അടുത്ത് നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോകും, ഞാനും ബാബും കൂടി പോകും. പിന്നെ കങ്ങാടന്നന്റെ ഓ. രാജേഷ് കണ്ടില്ലേ, ഞങ്ങൾ പോവും. അങ്ങനെ അതിന്റെ ഗൗരവങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പിന് വരാൻ പോണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഉള്ളില് ഈ 19 വീടിനും അത് കൊടുക്കണം എന്നുള്ളതാണ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളും ഷിബുവും അതിൽ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നന്ദിയോട് കൂടിയിട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന പല ഫയലുകളും. ഇവിടെ ഈ ഫയലുകൾ പൊക്കി കൊണ്ടുവന്ന് അതിന്റെ പിന്നിൽ നിന്ന് ഓരോ പദ്ധതികളുടെ പിന്നിലെ ജനപ്രതിനിധികളുടെ പങ്കെന്ന് പറയുന്നത് ഇതാണ്. ഏത് ജനപ്രതിനിധി, പഞ്ചായത്തിലെ മെമ്പറായിരുന്നാലും നഗരസഭയിലെ മെമ്പറായിരുന്നാലും കോർപ്പറേഷൻ മെമ്പറായിരുന്നാലും ബ്ലോക്ക് ജില്ലാ മെമ്പർമാരായിരുന്നാലും MLA ആയിരുന്നാലും MP ആയിരുന്നാലും ഈ ഫയലുകൾ പൊങ്ങണമെങ്കിൽ ഇപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ ഇടപെടലുകൾ വേണം. തീർച്ചയായിട്ടും ഗാന്ധിനഗർ പ്രദേശത്തെ 19 വീട്ടുകാർ അവർ ചിരകാല സ്വപ്നം, അവരുടെ ഏറ്റവും വലിയ സാക്ഷാത്കാരം അത് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. 19 കുടുംബങ്ങൾക്കും അവർക്ക് ഭൂമിയുടെ തീർ അത് നഗരസഭ അപേക്ഷിച്ച അപേക്ഷ ഗവൺമെൻറ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതിനുവേണ്ടി അക്ഷീണമായിട്ട് പ്രവർത്തിച്ച ചാലക്കുടി നഗരസഭയുടെ നെപ്പോളിയൻ നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടന് ഒരുപാട് നന്മകൾ നേരുന്നു. അദ്ദേഹത്തിന് ഇനിയും പ്രവർത്തനമായി മുന്നോട്ട് പോട്ടെ. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച സംഭവം, ഈ പ്രവർത്തനം ഒരു തുടർ പ്രക്രിയയാണ്. അവിടെ മുൻപുണ്ടായിരുന്ന കൗൺസിലർ KI അജിതേട്ടനെയും ഒപ്പം നിന്നിരുന്ന ആളുകളെയൊക്കെ അദ്ദേഹം ഒന്നും വിസ്മരിച്ചിട്ടില്ല. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് ചാലക്കുടി നഗരസഭയുടെ പ്രിയപ്പെട്ട നെപ്പോളിയന് പറയാനുള്ളത്. നന്മകൾ നേരുന്നു. ഇനിയും ജനകീയ വികസന പ്രവർത്തനങ്ങളുമായിട്ട് വാർഡിൽ നിറഞ്ഞു നിൽക്കട്ടെ. നാട് നന്നാവട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമസ്കാരം. തീർച്ചയായിട്ടും.